വചനവീതിയിലേക്ക് സ്വാഗതം. 1 സങ്കീർത്തനം 2 വാക്യം. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണെന്ന് പറയുന്നു, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. അത് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് അറിയണമെങ്കിൽ 1-ാമത്തെ വചനം നോക്കിയാൽ മതി. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവരുടെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണെന്ന്. അപ്പോൾ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദം വച്ചിട്ട് അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവത്തിൻ്റെ നിയമത്തിന്, ദൈവത്തിൻ്റെ വചനത്തിന് നീ വില കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്ന കർത്താവ് പറഞ്ഞു വയ്ക്കുക. ദൈവത്തിൻ്റെ ജീവിതത്തിന്, വചനത്തിന്, നിയമത്തിന് നീ വില കൊടുക്കുകയാണെങ്കിൽ ധ്യാനപൂർവ്വം അതിനെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. വചനം എപ്പോഴൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നോ, കർത്താവിന് എപ്പോഴൊക്കെ നീ ജീവിതത്തിന് വില കൊടുക്കുവാനായിട്ട് തയ്യാറാവുന്നു, കർത്താവ് നിൻ്റെ ജീവിതത്തെ നോക്കിക്കൊള്ളും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വഴികളിൽ നിനക്കെപ്പോഴും പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, നിൻ്റെ വചനത്തിന്, നിൻ്റെ നിയമത്തിന്, നിൻ്റെ ഉൾക്കാഴ്ചകൾക്ക് വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ആമേൻ.